അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. എനിക്ക് തോന്നുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു നനഞ്ഞ പടക്കമാണെന്നാണ്. കാരണം ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ പലതും നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളതാണെന്ന് സാർ അല്പം മുമ്പ് നമ്മുടെ സിനുവായിട്ടുള്ള ചർച്ചയിൽ പറഞ്ഞു. പക്ഷേ എനിക്കതല്ല, ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വിട്ടത് ഗുണം ചെയ്യുന്നതിനേക്കാൾ ദോഷം ചെയ്യുന്നതായി കരുതുന്നു. കാരണം ഇതിലൂടെ ഉണ്ടാകുന്ന ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ മലയാള സിനിമ ആകെ കുഴപ്പത്തിലാണ്. സിനിമയിൽ നല്ലതൊന്നുമില്ല, അവിടെ നടക്കുന്നത് പച്ച വ്യഭിചാരവും ബലാത്സംഗവും ചൂഷണവും മാത്രമാണ് എന്നൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ. ഇപ്പോൾ അതിൻ്റെ ഭാഗമായി മറ്റു ചില കാര്യങ്ങളുടെ റിപ്പോർട്ടിൽ ഉണ്ട് എന്ന് റിപ്പോർട്ട് ഞാനും കണ്ടിട്ടില്ല, സാറും കണ്ടിട്ടില്ല. ചില ചാനലുകളുടെ ഈ കിട്ടിയിട്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ റിപ്പോർട്ട് കാണാൻ പോകുന്നുള്ളൂ. ഏതായാലും ഇപ്പോൾ സ്ക്രോൾ ചെയ്യുന്ന വാർത്ത മലയാള സിനിമയിൽ ലഹരി ഉപയോഗമുണ്ട്. ഓക്കെ, നമ്മൾ കേട്ടിട്ടുണ്ട്. മലയാള സിനിമയിൽ ഒരു മാഫിയ സംഘമുണ്ട്, അറിയാം. നമ്മൾ മട്ടാഞ്ചേരി മാഫിയ ഉൾപ്പെടെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു ട്രിബ്യൂണൽ വേണം ഇത്തരം സിനിമാ കാര്യങ്ങൾ നോക്കാൻ എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഇത് പരിശോധിക്കുന്നതിന് മുമ്പ് ഞാൻ മറ്റൊന്ന് കണ്ടു. ഒരു ചാനലിലെ വാർത്തയാണ്. റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടും, സൂപ്പർ താരങ്ങൾക്കെതിരെ പരാമർശമുണ്ട് എന്ന് പറയപ്പെടുന്നു. മനസ്സിലായില്ലേ? അത് നമ്മുടെ നാട്ടിൽ നമ്മുടെ സിനിമയിലെ സൂപ്പർ താരങ്ങൾ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെയാണ്. അപ്പോൾ സൂപ്പർ താരങ്ങൾക്കെതിരെ പരാമർശമുണ്ട് എന്ന് പറയുമ്പോൾ എന്ത് പറയപ്പെടുന്നു എന്നൊരു ഓൺലൈൻ ചാനൽ ഒരു ടെലിവിഷൻ ചാനലിൻ്റെ ഓൺലൈൻ പേജിൽ കണ്ടു 2 മണിക്കൂർ മുമ്പ്. അപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലിനെ സംശയിക്കുകയാണ്. എന്നാൽ റിപ്പോർട്ടിൽ ഈ പേരുകളൊന്നും പറയുന്നില്ല. അപ്പോൾ കുറേ സിനിമയിലെ പ്രമുഖ നടന്മാർ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പ്രമുഖ നടന്മാർ എത്രയാണ്? ഒരു 25 പേരുണ്ടാവും. 25 പേരെയും ജനം സംശയത്തോടെ നോക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാരിന് താല്പര്യം ഉണ്ടായിരുന്നോ എന്നുള്ള ഒന്നാമത്തെ ചോദ്യം. ഉണ്ടായിരുന്നുവെങ്കിൽ സർക്കാർ ഇത്രയും കാലം അത് പതുക്കി വെക്കില്ലായിരുന്നു. വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു, അതിനെതിരെ ഹൈക്കോടതിയിൽ ചില ആളുകൾ പോയി. അതിനുശേഷം ഹൈക്കോടതി അത് എൻ്റർടൈൻ ചെയ്യാതിരുന്നുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. അപ്പോഴും ഈ ചില ആളുകൾ പറഞ്ഞിട്ട് മൊഴികൾ പുറത്തു വരുന്നില്ല. ഇപ്പോൾ രഞ്ജിനി എന്ന് പറഞ്ഞൊരു നടി, അവർ പോയി എൻ്റെ മൊഴി പുറത്തു വിടരുത്. ഈ പുറത്തു വിടാൻ വയ്യാത്ത മൊഴിയാണ് ഈ ആയമ്മ എന്തിനാണ് മൊഴി കൊടുത്തത്? അപ്പോൾ ഇവരും മൊഴി കൊടുക്കുക, ആ മൊഴി പുറത്തു വിടരുതെന്ന് പറയുക. അങ്ങനെ പറഞ്ഞ് സിനിമാ രംഗത്തുള്ള മുഴുവൻ ആളുകളെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി കൊണ്ടുപോകുന്ന ഒരവസ്ഥയല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? അത് വളരെ മോശമായിപ്പോയി. എന്താന്ന് വെച്ചാൽ ഈ റിപ്പോർട്ടിൽ നിന്ന് പുതുതായിട്ടൊന്നും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ 55-56 പേജുകളിൽ ഉണ്ട് എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാറേ, കാസ്റ്റിംഗ് കൗച്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സിനിമയെക്കുറിച്ച് പറഞ്ഞു. സിനിമയ്ക്ക് മുമ്പ് നാടകം ഉണ്ടായിരുന്ന കാലത്ത് കേട്ടിട്ടില്ലേ? നാടകത്തിനെ പറ്റി ധാരാളം കഥകൾ നമ്മുടെ നാട്ടിലുണ്ട്, നമുക്കറിയാവുന്ന കഥകൾ ധാരാളം ഉണ്ട്. ഇപ്പൊ തന്നെ മുഖമൊക്കെ എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്, പലതരം കഥകളൊക്കെ ഓർമ്മയിൽ വരുന്നുണ്ട്. സിനിമയെ സംബന്ധിച്ചും ഇത് തന്നെയാണ്. കാരണം പല ആളുകൾ പല പേരുകളൊക്കെ ഓർമ്മയിൽ വരുന്നുണ്ട്, പല നടന്മാര്, നിർമ്മാതാക്കള്, അത്തരം ആളുകൾ എല്ലാ രംഗങ്ങളിലും ഉള്ളതാണ്. പക്ഷെ മലയാള സിനിമ ഇപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥ, നമ്മൾ ഇത്തവണത്തെ അവാർഡുകൾ നോക്കുക, ദേശീയ അവാർഡുകൾ. ഞാൻ കണ്ടതാണ് ഈ ആട്ടം എന്ന് പറഞ്ഞ സിനിമ. ആട്ടം എന്ന് പറഞ്ഞ സിനിമയുടെ നരേഷൻ, അതിൻ്റെ സ്ക്രിപ്റ്റ്, അതിൻ്റെ ആദ്യവും അവസാനവും എന്തൊരു കയ്യടക്കത്തോടു കൂടിയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം യുവപ്രതിഭകൾ ധാരാളമായിട്ട് വരികയും അവരുടെ പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് മലയാള സിനിമ. തീർച്ചയായും. കാരണം കൃത്യമായി ഇത്ര ദിവസത്തേക്ക് ഷൂട്ടിംഗ്. ആട്ടം സിനിമയുടെ നോക്കുകയാണെങ്കിൽ ക്യാമറ വെച്ചിട്ട് 35 ദിവസം അതിൻ്റെ റിഹേഴ്സൽ നടന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഷൂട്ടിങ്ങിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് അതൊരു ഭയങ്കര പെർഫെക്ഷനുള്ളൊരു സിനിമയാണത്. അതിങ്ങനെ വേണം എന്നവർക്ക് ആഗ്രഹമുണ്ട്. യുവതലമുറകൾ ശരിക്കും ഈ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ ആ സ്റ്റാർഡത്തിനേക്ക് കടന്ന് കയറിയിട്ട് ഈ ഫിലിം മേക്കിംഗ് ആണ് ഹീറോ എന്നുള്ള ലെവലിൽ വന്നിട്ടുണ്ട് മലയാള സിനിമ. അടുത്ത കാലത്ത് തന്നെ ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞൊരു സിനിമ, എത്ര നല്ല സിനിമകൾ ഈ വളരെ ഗൗരവത്തോടുകൂടി ഈ സിനിമയെ സമീപിച്ചുകൊണ്ട് വരുന്നു. ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ മാതൃകയാകിട്ട് അനുരാഗ് കശ്യപ് എപ്പോഴും പറയാറില്ലേ, മലയാള സിനിമയാണ് മാതൃക. എത്രയോ സിനിമകൾ ഇപ്പോഴും മലയാള സിനിമയിൽ മാതൃകയായിട്ട് വരുന്നു. യുവതലമുറ ഈ വക ഒരു അഭ്യാസവും ഇല്ലാത്ത, ഇത് കുറെ പഴയ ആളുകളെ പറ്റിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അതെ അതെ, പഴയ ശീലങ്ങൾ മാറ്റാൻ തയ്യാറാവാതെ ഈ തൊഴിലിടത്തെ കൊണ്ടു നടക്കുന്ന കുറച്ച് ആളുകളുണ്ട്.
ഈ പറഞ്ഞ വലിയ നടന്മാരുടെ പോലും സെറ്റുകൾ ഇങ്ങനെയൊന്നും ഈ പറഞ്ഞ പോലെ ഒന്നും ആണ് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നുമല്ല, ഈ പറയുന്ന പോലെയൊന്നുമല്ല. ഇപ്പോൾ ചാനലുകൾ റിപ്പോർട്ട് അവരുടെ കൈ കിട്ടിയുള്ളൂ. അതിൻ്റെ ഓരോ വരി വായിച്ചിട്ട് അപ്പോൾ ലൈവ് ചെയ്യുകയാണ്. എന്തായാലും ഒരു റിപ്പോർട്ട് കൈ കിട്ടിയാൽ അത് സമഗ്രമായി ഒന്ന് വായിച്ച് മനസ്സിരുത്തി വായിച്ച് പഠിച്ചിട്ട് വേണം അത് പറയാൻ. അതൊന്നുമില്ല, ഇടയ്ക്ക് നിന്നൊക്കെ ഓരോ വരികൾ ഓരോ കമ്പ് കഷ്ണം മൂടിയെടുക്കുന്ന പോലെ ഭീകരമായ വിവരങ്ങൾ ഉണ്ടെന്നാ പറയുന്നത്. അതിൽ ഭീകരമായ വിവരം ഒന്നുമില്ല. ഇനിയിപ്പോൾ തമാശ ഇപ്പോൾ പറഞ്ഞു ചില ആളുകളെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടാവാം, ഇല്ലെന്നും പറയുന്നില്ല. മലയാള സിനിമയിലെ എല്ലാവരും മഹാന്മാരും മഹാത്മാഗാന്ധിയാണെന്ന് ഞാൻ പറയുന്നില്ല. കുഴപ്പക്കാർ എല്ലാ മേഖലയിലുള്ളതുപോലെ മലയാള സിനിമയിലും ഉണ്ട്. ചില ആളുകൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നവരും ഉണ്ട്. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഒരു സ്ക്രോൾ ചെയ്തൊരു വാർത്ത, സെറ്റിൽ വരുമ്പോൾ ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കാൻ നിർബന്ധിക്കുന്നു. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ ഒരു വലിയ സംരംഭം ഉദ്ഘാടനം ചെയ്യാൻ അറിയപ്പെടുന്ന ഒരു നടിയെ വിളിച്ചു. ഈ അടുത്ത ദിവസം നടന്നതാണ്. നടിയെ വിളിച്ചിട്ട് നടിയോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ സാരി ധരിച്ച് വരണമെന്നാണ്. പക്ഷേ ഈ എറണാകുളം നഗരത്തിലാണ് സംഭവം. ഈ സാരി ധരിച്ച് വരണമെന്ന് പറഞ്ഞിരുന്ന അന്ന് ഈ സംഘാടകർ ആവശ്യപ്പെട്ട നടി വന്നത് ഇറുകി പിടിച്ച വസ്ത്രം ധരിച്ചിട്ടാണ്. അങ്ങേയറ്റം സെക്സി ആയിട്ട് വന്നിരിക്കുന്നു നടി. വന്ന ഈ സംഘാടകരാകെ സത്യത്തിൽ വിഷമത്തിലായി. അപ്പോൾ അങ്ങനെ അതായത് നിർബന്ധിച്ചിട്ടാ. സെൻറ് ആൽബർട്ട്സ് കോളേജിൽ ഒരു നടി വന്നതിനെ പറ്റി വിവാദം ഉണ്ടായല്ലോ. മറ്റേ അത്യാവശ്യം എക്സ്പോസ് ചെയ്യുന്ന വസ്ത്രം. അത് ആര് നിർബന്ധിച്ചു? സാരി ഉടുത്തു വരണമെന്ന് പറഞ്ഞിട്ടും ഇറുകി പിടിച്ച വസ്ത്രം ധരിച്ച് ഒരു നടി വന്നിരിക്കുന്നു. പിന്നെ ഒരു കാര്യം കേട്ടു, അതായത് ഈ 10-14 പ്രാവശ്യമൊക്കെ ടേക്കുകൾ എടുപ്പിക്കും വഴങ്ങിയില്ലെങ്കിൽ. ഈ 14 പ്രാവശ്യം ടേക്ക് എടുത്ത നടി ഒറ്റയ്ക്ക് അഭിനയിച്ചാൽ പോരല്ലോ, നടിയുടെ എൻ്റെ ക്രൂ നിൽക്കണ്ടേ? അപ്പോൾ ഈ 14 പ്രാവശ്യം ടേക്ക് എടുത്തെങ്കിൽ 14 തവണ എൻ്റെ ക്രൂവിനെ കൊണ്ട് ശിക്ഷിക്കുകയാണ്. അതൊക്കെ സ്വാഭാവികമാണെന്ന് പറഞ്ഞാൽ അവിശ്വസനീയമാണ്. അപ്പോൾ എക്സാജറേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആരെയെങ്കിലും വിക്ടിമൈസ് ചെയ്യാൻ വേണ്ടി കൊടുത്ത കള്ളമൊഴികൾ, ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടാവാം. ഇത് നമ്മൾ ഈ പറയുമ്പോൾ ഉടനെ മലയാള സിനിമയിലെ കുറേ പേരെ വെള്ളപൂശാൻ നമ്മൾ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള ആരോപണമായിട്ട് ഒരാളും വരണ്ട. സിനിമയ്ക്കകത്ത് കുഴപ്പങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇത് കൃത്യമായി റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ ആര്, എന്ത്, എങ്ങനെ, എപ്പോൾ എന്ന് പറയാൻ പറ്റാതെ ഒരു ഇൻഡസ്ട്രിയെ, ഒരു മീഡിയയെ ആകെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിനാണ് ഇപ്പോൾ മാധ്യമങ്ങൾ നടത്തുന്നത്. ഇത് സ്മിയർ ക്യാമ്പയിൻ എന്താണെന്ന് വെച്ചാൽ ഒരാളുടെയും പേര് അതിൻ്റെ അകത്തില്ല. ആരെയും സംശയിക്കാം. ഒരാളുടെയും പേരില്ലാതെ വലിയ നടന്മാർ പറയുകയാണ്. അപ്പോൾ ആരെയും സംശയിക്കാം, ആരെയും ഉപദ്രവിക്കാൻ, ആർക്കെതിരെയും ആർക്കും. ഇനിയിപ്പോൾ നമ്മൾ ഒരു ഓൺലൈൻ ചാനലാണ്, പക്ഷെ നമ്മളിപ്പോൾ നമ്മൾ ഗോസിപ്പ് സ്റ്റോറികളൊന്നും ചെയ്യാറില്ല. നോക്കിക്കൊള്ളു, നാളെ മുതൽ ഗോസിപ്പുകളുടെ കഥയായിരിക്കും. അത് ഇന്നയാളെ കുറിച്ചായിരിക്കും. വലിയ നടൻ എന്ന് പറയുമ്പോൾ ഇന്നയാളല്ലേ വലിയ നടൻ, അതോ മറ്റേ ആളാണോ വലിയ നടൻ എന്നും പറഞ്ഞ് ഇനി കഥകളുടെ ഒരു കുത്തൊഴുക്കാണ്. അപ്പോൾ ഒരു വ്യവസായത്തെ, ഒരു കലയെ, ഒരു മാധ്യമത്തെ തകർക്കാനുള്ള ഒരു കോടാലി കൈ പോലെയായി ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞു. നമ്മൾ ആ പൾസർ സുനിയുടെ സംഭവം തന്നെ നോക്കുക. അതിൽ ഒരു വലിയ നടൻ പ്രതിയാണ്, പക്ഷേ വേറെ വലിയ നടന്മാരൊന്നും അതിൻ്റെ അകത്ത് പ്രതികളായിട്ട് വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇയാൾക്ക് വേണ്ടി ഒരു മാഫിയ സംഘമായിട്ട് സിനിമാ രംഗം പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. അതെ, അത് ഒരാള് ഒരു ക്രൈം ചെയ്തു എന്ന് പറയപ്പെടുന്നു. കോടതി പറയട്ടെ ചെയ്തോ ഇല്ലയോ എന്നുള്ളത്. അതെ, സബ് ജുഡീസാണ്, നമ്മൾ ഇനി ചെയ്തോ ഇല്ലയോ എന്ന് പറയണ്ട. മലയാള സിനിമയിൽ എന്താന്ന് വെച്ചാൽ റെസ്പോൺസിബിൾ പ്രൊഡ്യൂസേഴ്സായിട്ട് വന്നിരിക്കുകയാണ് വലിയ നടന്മാരൊക്കെ. അവർക്ക് വലിയ സിനിമാ കമ്പനികളുണ്ട്. അവർ പ്രൊഫഷണലായിട്ടാണ് ഇതൊക്കെ എല്ലാം കൊണ്ടു നടക്കുന്നത്. കാരണം അതിന് കൃത്യസമയത്ത് അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ തീർന്നാലേ അതൊരു ബിസിനസ്സായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് അവർ കൊണ്ടു നടക്കുന്നത്. അല്ലാതെ ഈ ആരോപണങ്ങൾക്ക് പിന്നാലെ ആരോപണങ്ങളുമായിട്ടൊന്നും ഈ വലിയ സൂപ്പർ സ്റ്റാറുകളൊന്നും ഈ രംഗത്ത് ഇത്രയും കാലം അവർക്ക് കാലുറപ്പിച്ച് നിൽക്കാൻ പറ്റില്ല. ഇത്രയും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ വിക്ടിമൈസ് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ ഉണ്ട്. ചില ആളുകൾക്ക് അവസരം കിട്ടാതെ പോകുന്നുണ്ട്, അവസരം കൊടുക്കാതിരിക്കുന്നുണ്ട്, പല കാരണങ്ങൾ കൊണ്ടാൽ സിനിമയിൽ തഴയുന്നുണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ അതിങ്ങനെ കാടടച്ച് എല്ലാവരും അങ്ങനെയാണ്. ഫ്രൈഡേ മൂവീസിന്റെ വിജയ് ബാബുവായിട്ട് ബന്ധപ്പെട്ട് അടുത്ത കാലത്ത് ഒരു കഥ വന്നിരുന്നു. അതെ. ഇത്തരം സംഭവങ്ങൾ ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഇത് ഇങ്ങനെ വെറുതെ സിനിമ ആകെ കുഴപ്പമാണ് എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരുടെ അന്നമാണ്. അതിനെ ആകെ സ്കാൻഡലൈസ് ചെയ്യരുത്. അഭിനയം മാത്രമല്ല, അഭിനയം അതിൻ്റെ ഒരു ഘടകം മാത്രമാണെന്നേ ഉള്ളൂ. എത്രയോ ടെക്നീഷ്യൻസ് ഒന്ന് ചേർന്നിട്ടാണ് ഒരു സിനിമ ഉണ്ടാവുന്നത്. അത് ശരിയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ സിനിമ ഒരു വ്യവസായവും ഒരു തൊഴിലിടവും കൂടിയാണ്. ഏത് തൊഴിൽ രംഗത്താണ്
ഇത്തരം ചൂഷണങ്ങൾ നമ്മൾ മാധ്യമ മേഖലയെ കേട്ടിട്ടില്ലേ? നമ്മൾ പണിയെടുക്കുന്ന മാധ്യമ മേഖലയിൽ നിന്ന് കേട്ടിട്ടുണ്ട്, അഭിഭാഷക മേഖലയെ കേട്ടിട്ടുണ്ട്, ഡോക്ടർമാരുടെ മേഖലയെ കേട്ടിട്ടുണ്ട്, രാഷ്ട്രീയത്തിൽ കേട്ടിട്ടുണ്ട്. ഇന്നാണ് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനെ CPM പാർട്ടി നടപടി എടുത്തിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പേര് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഏത് മേഖലയിലാണ് കേൾക്കാത്തത്? അപ്പോൾ എല്ലാ മേഖലയിലും ഈ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട്. സിനിമയിൽ ചിലപ്പോൾ ഒരുപക്ഷെ കൂടുതലായിരിക്കാം, കാരണം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടുന്നതാണ്. അവസരങ്ങൾ കിട്ടാൻ വേണ്ടി ആളുകൾ പലതിനും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പൈസ കൂടുതൽ കിട്ടുന്നു. പിന്നെ മദ്യം മയക്കുമരുന്നൊക്കെ വരുന്നത് ഈ പണം കൂടുതലുള്ളതുകൊണ്ട് തന്നെയാണ് വരുന്നത്. 500 രൂപയാണ് ദിവസം കിട്ടുന്നതെങ്കിൽ കള്ളും മയക്കുമരുന്നും MDMA മേടിക്കാൻ തികയത്തില്ല. വലിയ തോതിൽ പ്രതിഫലം കിട്ടുന്നതുകൊണ്ട് ആ പണം എങ്ങനെ ചെലവഴിക്കണം എന്നറിയാതെ വഴിതെറ്റിപ്പോകുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് കൊള്ളാം, ആ കാര്യങ്ങൾ. പക്ഷേ സമഗ്രമായി അതിൻ്റെ പൂർണ്ണ തോതിൽ അത് പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അതിലെ മുഴുവൻ വിവരങ്ങളും പുറത്തു വരാതെ ഒരു തുമ്പ് മാത്രം പുറത്തു വന്നിട്ട് കുറേ ഭാഗങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് സിനിമയിലുള്ള മുഴുവൻ പേരും വലിയ നടന്മാർ, ഒന്നാമത് അതിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആദ്യമേ അത് അത്രയും ഭാഗങ്ങൾ മാറ്റിയിട്ടേ പ്രസിദ്ധീകരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിരുന്നതാണ്. അല്ല, എനിക്ക് ഈ കമ്മിറ്റിയുടെ ഒരു ഇൻറ്റഗ്രിറ്റിയെക്കുറിച്ച് പ്രശ്നമുണ്ട്. അതായത് ഈ രാത്രി വരുന്നു, സെക്ഷൽ അബ്യൂസ്, അശ്ലീല ചിത്രങ്ങൾ അയക്കുക, കാസ്റ്റിംഗ് കൗച്ച് നിർബന്ധിക്കുക, ഇതൊക്കെ ഡിമാൻഡ് ചെയ്യുന്നതും അതിനെ അറ്റംപ്റ്റ് ചെയ്യുന്നതും പോലും ക്രൈമാണ്. ജസ്റ്റിസ് ഹേമ ഹൈക്കോടതിയിൽ ഒരു ജഡ്ജിയായിരുന്നു. ഒരു സ്ത്രീ വന്ന് അവരുടെ മുമ്പാകെ ഇത്തരം കാര്യങ്ങൾ മൊഴിയായി നൽകുമ്പോൾ ന്യായമായും അവരത് കേസെടുക്കാൻ വേണ്ടി FIR റഫർ ചെയ്യാൻ അറിയിക്കേണ്ടതാണ്. അപ്പോൾ ജസ്റ്റിസ് ഹേമയുടെ ഒരു ഇൻറ്റഗ്രിറ്റി എനിക്ക് സംശയമുണ്ട്. കാരണം അവരുടെ മുമ്പാകെ വന്നിട്ട് ഇത് സംഭവം കൊടുത്തു, അവരൊരു സ്ത്രീയും കൂടിയാണ്, എന്നിട്ട് അവർ റിപ്പോർട്ട് കൊടുത്തിട്ട് റിപ്പോർട്ട് സർക്കാർ പുറത്ത് വിടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും ഇല്ലേ എന്ന് പറഞ്ഞ് വിണ്ടാതെ വീട്ടിലിരിക്കുകയല്ലോ വേണ്ടത്. ഇത്ര സീരിയസ് ആയിട്ടുള്ള ക്രൈം അവരുടെ മുന്നിൽ ഒരു ന്യായാധിപ കേരള ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്ന അവരുടെ മുന്നിൽ സ്ത്രീകൾ വന്ന് പറഞ്ഞിട്ടും അതൊരു റിപ്പോർട്ടിൻ്റെ ഭാഗമാക്കി വെച്ച് അതിന് ഒരു ജുഡീഷ്യൽ കോൺഷ്യസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് എന്നാൽ പിന്നെ അത്ര സീരിയസ് ആയിട്ടുള്ള ആക്ഷേപങ്ങൾ, ഈ റേപ്പോ സമ്മതമില്ലാതെയുള്ള ബന്ധപ്പെടൽ റേപ്പ് തന്നെ, ദാറ്റ് അമൗണ്ട്സ് ടു റേപ്പ് എന്നാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ റേപ്പ് തന്നെ നടന്നു എന്ന് ഈ മുൻ ന്യായാധിപതിക്ക് ബോധ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് അതിൻ്റെ ഒരു കോപ്പി സ്റ്റേറ്റ് പോലീസ് ചീഫിന് ഇവർക്ക് കൊടുത്തുകൂടാ? അതാണ്, അത്തരം ഭാഗങ്ങളിലൊന്നും ആളുകളുടെ പേരുകളൊന്നും ഇല്ലാതെ ആരെ വേണമെങ്കിലും ആക്ഷേപിക്കുന്ന തരത്തിൽ. ഇപ്പം ആ കമ്മിറ്റിയുടെ ഉള്ളടക്കം ഒരു പഴയ ചില സിനിമ വാരികകളിൽ ഉണ്ടാകുന്ന ഗോസിപ്പ് കോളം. എക്സാക്ട്ലി. മാത്രമല്ല കുറേ ആളുകൾക്ക് ഇനി ഓരോരുത്തരുടെ പേരും പറഞ്ഞ് കഥകൾ ഉണ്ടാക്കാനുള്ള, അപവാദ വ്യവസായം നടത്താനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. സർക്കാരിന് ജസ്റ്റിസ് ഹേമയ്ക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ പൂർണ്ണ തോതിൽ റിപ്പോർട്ട് പുറത്തു വിടണമെന്ന് അവർ തന്നെ ആവശ്യപ്പെടണം. എൻ്റെ റിപ്പോർട്ട് ഭാഗികമായി പുറത്തു വിട്ടാൽ അത് ഒരുപാട് ആളുകൾ ഇത് ബാധിക്കും, പലരെയും സംശയിക്കും. അതുകൊണ്ട് അത് പൂർണ്ണമായും പുറത്തു വിടണമെന്ന് അവരാവശ്യപ്പെടുകയും സർക്കാർ മറ്റുള്ളവരെ കൂടെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താതിരിക്കാൻ വേണ്ടി ആ റിപ്പോർട്ട് പൂർണ്ണമായി ഒരു കോടതിയും വിലക്കിയിട്ടില്ല പുറത്തു വിടണമെന്ന്. പുറത്തു വിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ആരാ പറഞ്ഞിരിക്കുന്നത് ഭാഗികമായി പുറത്തു വിടാവുള്ളത്? പൂർണ്ണമായും പുറത്തു വിടണം. പൂർണ്ണമായും പുറത്തു വിട്ട് കഴിഞ്ഞാൽ അതൊരു പബ്ലിക് ഡോക്യുമെൻ്റാണ്. അതിനെ സംബന്ധിച്ച് ഒരു ക്രൈം, അതായത് ഇപ്പം വെച്ചിരിക്കുന്ന ഭാഗത്ത് പോലും പേരുകളൊന്നും ഉള്ളതായിട്ട് ഞാൻ കരുതുന്നു. പേരുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ അതൊരു പബ്ലിക് ഡോക്യുമെൻ്റ് ആയിട്ടൊന്നും ചിലപ്പോൾ പോലീസിന് കേസെടുക്കേണ്ടി വരും. അറ്റംപ്റ്റ് ടു റേപ്പ് ഒക്കെ അലിഗേഷൻ ഉണ്ടെങ്കിൽ കേസെടുത്ത് വന്നു കഴിഞ്ഞാൽ വേറെ കാര്യമുണ്ട്. ഒരു നടിയോ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ കോടതി വന്നിട്ട് കേസെടുത്താലും അങ്ങനൊരു സംഭവമില്ല. ഞാൻ കമ്മിറ്റി മുമ്പാകെ കൊടുക്കുന്നതിന് ഒരു നിയമപരമായ ഒരു വാല്യൂ ഇല്ല. അപ്പോൾ ഇത് വെറുതെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചാനലുകാർക്ക് 2 ദിവസം ചർച്ച ചെയ്യാനുള്ളൊരു സാധനം അല്ലാണ്ട് ഒന്നുമില്ല. ഇത് വെറും തട്ടിപ്പാണ്. അല്ലാതിരിക്കണമെങ്കിൽ ഈ റിപ്പോർട്ട് പൂർണ്ണ തോതിൽ പ്രസിദ്ധീകരിക്കണം. അല്ലാതെ എല്ലാവരെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന ഒരു സാഹചര്യം സജി ചെറിയാൻ ഉണ്ടാക്കരുത്. ഇതൊരു ബോംബെ അല്ല, ഇത് ഒരു നനഞ്ഞ പടക്കം പോലും ആണെന്ന് തോന്നുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.